ഹലോ. ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ടുകളൊന്നും കെട്ടിഞ്ഞിട്ടണ്ട, എൻ്റെ കൊച്ചുണ്ട്, അതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ കുന്നംകുളങ്ങര അമ്പലത്തിൽ ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. വെക്കേഷൻ പ്രമാണിച്ചിട്ട് വന്നതാണ്. ഇന്ന് തിരിച്ച് മാക്കൂലേക്ക് പോകുന്നതാണ്. അപ്പോൾ എപ്പോൾ വന്നാലും കുന്നംകുളങ്ങര അമ്പലത്തിൽ പോയിട്ട് തൊഴുന്നൊരു ശീലമുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എന്തോ പറ്റിയില്ല. അപ്പോഴാണ് ദൈവം വിചാരിച്ചതുപോലെ എന്നെ അവിടെ എത്തിക്കണം എന്നുള്ളതുകൊണ്ട് ഇന്ന് കാർത്തികയാണ്. അപ്പോൾ ഇന്നലെ രാത്രിയാണ് അമ്മ പറയുന്നത് ഇന്ന് കാർത്തികയാണ്, ഭക്ഷണം പോയിട്ട് കഴിക്കാം. എന്നാൽ പിന്നെ ഒന്നും നോക്കിക്കില്ല, നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് അമ്പലത്തിൽ പോവാ. ബസ് വരുന്നുണ്ട്. ഹായ് പറ, ഒരു ഹായ് പറ, ഒരു ഹായ് പറയടോ, ഒരു ഹായ് പറ. ഞാനും അമ്മയും വസുവും സാൻവിയും കൂടിയാണ് പോകുന്നത്. കറക്റ്റ് ഉച്ചയായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് ഉച്ചയൊന്നും ആയിട്ടില്ല. ഒരു 11:30 എങ്ങനെ ആയിട്ടേ ഉള്ളൂ. കാരണം നേരത്തെ ഭക്ഷണം കൊടുത്ത് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ. കാരണം മാസക്കാർത്തിക ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിനടുത്തുള്ള കുറച്ച് ആൾക്കാരും പിന്നെ ആരുടെ വകയാണോ അവരും അത്ര പേരൊക്കെ ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ കല്യാണത്തിന് ശേഷമൊന്നും തീരെ മാസക്കാർത്തികയൊക്കെ പോയിട്ടില്ല. പൂരത്തിനും തൃക്കാർത്തികയൊക്കെ പോകുന്നല്ലാണ്ട് അതും എല്ലാ വർഷമൊന്നും നടക്കാറില്ല. അപ്പോൾ ഇതിപ്പോൾ എന്തോ എല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ അങ്ങനെ പോവാന്ന് വിചാരിച്ച്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. ഞാൻ എൻ്റെ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. ഈ ഒരു വഴിയിലൂടെ രാവിലെ പോകാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. കാരണം ഒരു തണുപ്പുള്ളതുപോലെ ഉണ്ടാവും. ഇതിപ്പോൾ ഉച്ചയായപ്പോൾ വെയിലൊക്കെ അടിക്കുന്നതുകൊണ്ട് അത്രക്ക് അങ്ങോട്ട് സുഖമില്ല. ഞാനൊരു കുട കയ്യിൽ പിടിച്ചിട്ടുണ്ട്. കാരണം ഈ സമയത്ത് വെയിലൊക്കെ ഞാൻ കൊണ്ടു കഴിഞ്ഞാൽ എൻ്റെ കാര്യം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഗോവിന്ദ എന്ന് പറയേണ്ടി വരും. പിള്ളേരാണെങ്കിലും ഞാൻ പറയുന്ന വഴിക്ക് നടക്കാത്തത് കൊണ്ട് തന്നെ പിള്ളേർ വേറെ വഴിക്കാണേ ഉള്ളത്. അതുകൊണ്ട് പിള്ളേർക്ക് കൊടയൊന്നുമില്ല. അങ്ങനെ പാടവും വയലും വരമ്പും ഒക്കെ താണ്ടിയിട്ട് ഞങ്ങൾ അമ്പലത്തിലെത്തി കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണ്, അമ്പലമൊക്കെ മുഴുവനായിട്ട്. പക്ഷേ പല വീഡിയോസിലുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് എടുക്കണ്ട. പക്ഷെ അവിടെ എത്തിയപ്പോൾ എനിക്ക് പെട്ടെന്നൊരു മടി. കാരണം കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നമ്മൾ ഈ ക്യാമറയും ഫോണും പിടിച്ചിങ്ങനെ നിൽക്കുന്നതൊക്കെ എല്ലാവർക്കും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ എനിക്കൊരു മടി പോലെ തോന്നിയിട്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ചിലർക്ക് ഇഷ്ടമായിരിക്കും, ചിലർ വിചാരിക്കും ഇവൾ എന്തായി എടുക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ നമ്മളുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ എല്ലാവരും നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ. ആരും ഇതുവരെ മോശമാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡാണ് കേട്ടോ. അത് പിന്നെ അമ്പലത്തിലാവുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇറങ്ങി വസു വിചാരിച്ചത് വസുവിൻ്റെ ആരോ കൂട്ടാൻ വന്നതാണെന്നാണ്. കാറിൻ്റെ അടുത്തും കുറച്ച് നേരം പോയി ഇങ്ങനെ നിന്ന് നോക്കി. സാൻവിയും വസു ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് പഴയകാല ഏതൊക്കെയോ സിനിമ ഓർമ്മ വരുന്നു. സിനിമ ഏതാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഈ ചെറിയൊരു ആങ്ങളെയും പെങ്ങളും ഇങ്ങനെ നടന്നു പോകുന്നതൊക്കെ ഉണ്ടായില്ലേ. വസുവിന് ഇങ്ങനെ ഓരോ സംഗതികളൊക്കെ കാണുമ്പോൾ വലിയ കൗതുകത്തോടാണ് കേട്ടോ നോക്കുന്നത്. അങ്ങനെ വരുന്ന വഴിയിൽ വസു അമ്മേൻ്റെ ഫ്രണ്ട്സുമാർ, അതായത് തൊഴിലുറപ്പ് ചേച്ചിമാരെയൊക്കെ കണ്ടപ്പോൾ കുറച്ച് നേരം ഒരിടത്ത് ഇങ്ങനെ നിന്ന്. പിന്നെ വരുന്ന വഴിയിൽ ബ്രൗണീനെ കണ്ട് ഓനോടും കുറച്ച് നേരം കുശലങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇത്. അപ്പോൾ ബായ്.